എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലതിക സകലേഷ് കൃഷി യോഗ അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ കുറേ ദിവസം മുദ്ര അടുപ്പിച്ചിട്ടിരുന്നു. ഒരുപാട് ആൾക്കാർക്ക് അത് പ്രയോജനം ചെയ്യുന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. അതുകൊണ്ട് ഒരുപാട് ഗുണമുള്ളതാണ് മുദ്രകൾ. അപ്പോൾ ഇന്ന് ഒരു പുതിയ മുദ്രയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മുദ്രയാണ്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടവും ആവശ്യവുമുള്ള ഒരു മുദ്രയാണ്. അത് മറ്റൊന്നുമല്ല, കുബേരമുദ്ര. കുബേരൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ എന്താണ് അതിൻ്റെ ഗുണമെന്ന്. കുബേരൻ എന്ന് പറഞ്ഞാൽ എന്താ? പണം, സമൃദ്ധിയുടെ ഏറ്റവും അങ്ങേയറ്റ തലവനാണ് കുബേരൻ. അപ്പോൾ കുബേരമുദ്രയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാതെ തന്നെ അറിയാം. കുബേരമുദ്ര ചെയ്യുന്നത് വഴി നമുക്ക് ധനാഗമം ഒരുപാടുണ്ടാവും. നമ്മുടെ പല വരുമാന സ്രോതസ്സുകളെയും നമ്മളിലേക്ക് എത്രയും പെട്ടെന്ന് അടുപ്പിച്ച് കൊണ്ടുവരും. നമുക്ക് പല ജോലികൾ നമ്മൾ ചെയ്യുന്നു, പല ബിസിനസ്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല, എല്ലാം ഒരു ബ്ലോക്ക്. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഏറ്റവും നല്ലതാണ് ഈ മുദ്ര ചെയ്യുന്നത്. നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് പണം ഒഴുകിയെത്തും. പല വരുമാന മാർഗ്ഗങ്ങളും നമ്മളിലേക്ക് തുറന്നു തരും. നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും. ഈ മുദ്ര നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും. കാരണം എനിക്ക് നല്ല വരുമാനമുണ്ടല്ലോ, എങ്ങനെയൊക്കെയാണോ എനിക്ക് വരുന്നത്. നമുക്ക് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പണത്തിൻ്റെ ഒഴുക്ക് നമ്മളിലേക്ക് വരും. അപ്പം നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അതാത് സമയത്ത് തന്നെ നമുക്ക് നടത്തിയെടുക്കാൻ സാധിക്കും. അതിന് ഏറ്റവും പറ്റിയ മുദ്രയാണ് കുബേരമുദ്ര. നമ്മുടെ വരുമാന മാർഗ്ഗങ്ങളെ തടസ്സപ്പെടുത്തുന്ന ആ ബ്ലോക്കിനെ അഴിച്ചു കളയാൻ ഏറ്റവും നല്ലതാണ് ഈ മുദ്ര. അത് സ്ഥിരമായിട്ട് ചെയ്യണം. പലരും ഞാൻ മുദ്രയുടെ വീഡിയോ ഒക്കെ ഇട്ട സമയത്ത് ചോദിക്കാറുണ്ട്, ഏത് സമയത്താണ്, എത്ര സമയം ചെയ്യണം. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാറുണ്ട്. നിങ്ങളൊരു 10 മിനിറ്റെങ്കിലും ഒരു മുദ്ര ചെയ്യുക. അത് കഴിയാത്ത ഒരു 5 മിനിറ്റ് ചെയ്യുക. പക്ഷേ 10-15 മിനിറ്റ് ചെയ്യുമ്പോഴാണ് നമുക്കത് ഗുണം കൂടുതൽ കിട്ടുന്നത്. നമ്മൾ എത്രയോ സമയമാണ് നമ്മൾ വെറുതെ കളയുന്നത്. ഒരു ദിവസത്തിൽ എത്ര സമയം നമ്മൾ വെറുതെ പാഴാക്കി കളയുന്നു. അപ്പം നമുക്ക് വേണ്ടി, നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി ഒരു 10-15 മിനിറ്റ് കളയുന്നതിന് ഒരു നഷ്ടവുമില്ല. അപ്പം നമുക്ക് ആ ഒരു 15 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റോ ഒരിടത്ത് ശാന്തമായിട്ടിരിക്കുക. അത് ഒരു കസേരയിലിരിക്കാം, ബെഡിലിരിക്കാം, തറയിലിരിക്കാം, എവിടെ വേണമെങ്കിലും നമുക്കിരുന്ന് ചെയ്യാം. അല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഇത് എവിടെയാണ് ഇരിക്കുന്നതെന്നാണ്. വളരെ ശാന്തമായ ഒരു സ്ഥലത്ത്, ഇതിന് സമയപ്രത്യേകതകളൊന്നും തന്നെയില്ല, ഏത് സമയത്തും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ ഒരു കാര്യം, നട്ടെല്ലിൽ നിവർന്നിരുന്ന് നമ്മൾ ഏത് മുദ്രയായാലും മെഡിറ്റേഷനായാലും പ്രാണായാമങ്ങളായാലും എല്ലാം ചെയ്യുന്നത് നമ്മൾ നട്ടെല്ലിൽ നിവർന്നിരിക്കുക. അപ്പം നല്ല നിവർന്നിരുന്നതിന് ശേഷം ഈ മുദ്ര അഭ്യസിക്കുക. തീർച്ചയായിട്ടും ഒരുപാട് ഗുണമുള്ളതാണ് ഈ മുദ്ര. അപ്പം നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. വേണ്ടേ, ഈ വിരൽ കണ്ടല്ലോ, ഈ വിരലും കൂട്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ വിരൽ രണ്ടും, കുഞ്ഞു വിരലും നടുവിരലും താഴോട്ട് വയ്ക്കുക. ബാക്കി ഈ 3 വിരലിൻ്റെ അഗ്രമാണ്, അറ്റഭാഗമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇങ്ങനെ, അല്ലാതെ ഈ മുദ്ര ഇങ്ങനെ പിടിച്ചുകൊണ്ട് ചെയ്താൽ അത് വേറൊരു മുദ്രയായിപ്പോവും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. മുദ്രകൾക്ക് ഒരു ചെറിയ മാറ്റം വന്നാൽ അതിൻ്റെ ഫലത്തിനും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിൻ്റെ അറ്റഭാഗമാണ് യോജിക്കേണ്ടത്. കണ്ടോ, അറ്റഭാഗമാണ്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ഈ പെരുവിരൽ, ചൂണ്ടുവിരൽ, നടുവിരൽ, തള്ളവിരൽ, ഈ 3 വിരൽ, പെരുവിരൽ, ചൂണ്ടുവിരൽ, നടുവിരൽ, ഈ 3 മുദ്രയും കൂടി ഇങ്ങനെ അടുപ്പിച്ച് വയ്ക്കുക. എന്നിട്ട് ബാക്കി 2 വിരലുകൾ കൈവെള്ളയിലേക്ക് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ഇങ്ങനെ പിടിച്ചുകൊണ്ട് നമുക്ക് ഏത് സമയത്തും ഇത് ചെയ്യാം. ഏത് സമയത്തും നമ്മൾ ഇപ്പം കസരയിലിരിക്കുവാണെങ്കിൽ നമ്മുടെ 2 കാലിൻ്റെ തുടയിൽ ഇങ്ങനെ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. ഇങ്ങനെ വെച്ചിട്ട് വേണം ചെയ്യാൻ. ഇങ്ങനെ വെക്കരുത്. ഇതിൻ്റെ അഗ്രഭാഗം മാത്രം ഇങ്ങനെ കൂട്ടിപ്പിടിക്കുക. ഏത് മുദ്രയും നമ്മൾ പറയുന്നത് പോലെ തന്നെ ചെയ്താലാണ് അതിൻ്റെ പ്രയോജനം കിട്ടുന്നത്. ഇത് ചെയ്തുകൊണ്ട് വെറുതെ ഇരിക്കുകയല്ല, നമ്മൾ ഡീപ്പ് ബ്രീത്തിങ് ചെയ്യണം. കണ്ണുകൾ അടച്ചുകൊണ്ട് ഈ മുദ്ര ഇങ്ങനെ വെച്ച് ശ്വാസം എടുക്കുക. ശ്വാസം എടുക്കുമ്പോൾ വയറ് മാക്സിമം ഉയർത്തിക്കൊണ്ടുവരിക. നമ്മൾ യോഗയൊക്കെ ചെയ്യുന്നവർക്കറിയാം, ഡീപ്പ് ബ്രീത്തിങ് വളരെ മൈൻഡ് റിലാക്സ് ആവാൻ ഏറ്റവും നല്ലതാണ്. നല്ല ശാന്തത ലഭിക്കും. അപ്പോൾ ഈ മുദ്ര വയ്ക്കുകയും ചെയ്യും. അപ്പോൾ മുദ്രയും പ്രാക്ടീസ് ആവും, നമ്മുടെ മനസ്സിനെ നന്നായിട്ട് ശാന്തമാക്കാനും പറ്റും. ശ്വാസം എടുക്കുമ്പം വയറ് മാക്സിമം ഉയർത്തിക്കൊണ്ടുവരിക, ശ്വാസം ഇടുമ്പം മാക്സിമം താഴ്ത്തിക്കൊണ്ടുവരിക.
ഇങ്ങനെ വേണം നമ്മൾ ഡീപ്പ് ബ്രീത്തിങ് ചെയ്യാൻ. നമുക്കൊരു ടെൻഷൻ, സ്ട്രെസ്സ് അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമ്മൾ ഇങ്ങനെ ചെയ്താൽ വളരെ റിലാക്സേഷൻ കിട്ടും. അപ്പോൾ ഈ മുദ്ര പിടിച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുക. അങ്ങനെ ഒത്തിരി സമയം ഒരു 5-6 പ്രാവശ്യം ഈ ഡീപ്പ് ബ്രീത്തിങ് ചെയ്തതിന് ശേഷം നിങ്ങൾ ശ്വാസത്തെ നിരീക്ഷിച്ചിരിക്കുക. കൈ എപ്പോഴും ഈ മുദ്രയിൽ തന്നെ ഇരിക്കുക. ശ്വാസത്തെ നിരീക്ഷിക്കുക. ഇങ്ങനെ കണ്ണടച്ചുകൊണ്ട് ശ്വാസം വരുന്നതും പോകുന്നതും മാത്രം. ആ ശ്വാസത്തെ നമ്മൾ ഡീപ്പായിട്ട് ബ്രീത്തിങ് ഒന്നും വേണ്ട. നമ്മുടെ നോർമലി നടക്കുന്ന ശ്വാസത്തെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ കുറേ സമയം നമ്മൾ ആ ശ്വാസത്തെ തന്നെ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് ശാന്തമാവും. നമ്മൾ ധ്യാനത്തിലേക്ക് നമ്മൾ പോകും. അപ്പോൾ ഈ മുദ്ര പിടിച്ച് നമ്മൾ ധ്യാനം ചെയ്യുന്നത് വളരെ വളരെ ഗുണമാണ്. കുബേര മുദ്രയാണ്. അപ്പോൾ ഓർക്കണം. അപ്പോൾ നമ്മൾ ആ മുദ്ര പിടിച്ചുകൊണ്ട് തീർച്ചയായും നന്നായിട്ട് നമ്മളിങ്ങനെ ധ്യാനത്തിലേക്ക്. ആ ധ്യാനം എന്ന് പറയുന്നത് വലിയ പഠിപ്പിച്ചു തരേണ്ട ഒരു കാര്യമല്ല. ഉറക്കം നമുക്ക് പഠിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. ഉറക്കം സംഭവിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെയാണ് ധ്യാനം എന്ന് പറഞ്ഞാലും. നമ്മളിങ്ങനെ ഇരുന്ന് അതിനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ധ്യാനത്തിലേക്ക് പോയിക്കൊള്ളും. അപ്പോൾ ഇങ്ങനെ കണ്ണടച്ച് ആ ശ്വാസഗതിയെ ശ്രദ്ധിച്ച് ഇങ്ങനെ ഇരുന്നിരുന്നിരുന്നിരുന്ന് റിലാക്സ് ആയിട്ട് വരുമ്പോൾ നമ്മുടെ പിരികമധ്യത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. 2 പിരികങ്ങളുടെയും മധ്യമാണ് ആജ്ഞാചക്രം. അപ്പോൾ യോഗ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നവർക്ക് അറിയാം, ഈ ഒരു ഭാഗം പൊട്ട് തൊടുന്ന ഭാഗത്താണ് ആജ്ഞാചക്രം. കണ്ണടച്ചുകൊണ്ട് അവിടെ തന്നെ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എന്താണോ കാണാൻ സാധിക്കുന്നത് അതിൽ തന്നെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും മന്ത്രമൊക്കെ നിങ്ങൾക്ക് ചാൻറ്റ് ചെയ്യുക. ഓം ചാൻറ്റ് ചെയ്യുക. ഓം ആരുടെയും ഒരു റിലിജൻ്റെ അല്ല. ഓം എന്ന് പറഞ്ഞാൽ പ്രപഞ്ച മന്ത്രമാണ്. ഓം ചാൻറ്റ് ചെയ്യുക. ഇങ്ങനെ നമ്മൾ ആ ശ്രദ്ധിച്ചിരിക്കുക. അതല്ല നിങ്ങൾക്ക് എന്താണോ എന്നുള്ള പിരിക മധ്യത്തിൽ അല്ലെങ്കിൽ ഒരു മെഴുകുതിരി കത്തിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് സങ്കല്പിക്കുക. അതിൽ തന്നെ നമുക്ക് കോൺസെൻട്രേഷൻ കൂടുതൽ കിട്ടും. അങ്ങനെ ശാന്തമായിട്ടിരുന്ന് കുറേ സമയം നമുക്കിരിക്കാം. അത്രയും സമയം നമുക്ക് ഈ മുദ്ര പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പം മുദ്രയും ചെയ്യാൻ പറ്റും. നമ്മളൊരു ധ്യാനത്തിലേക്ക് നമുക്ക് പോകുവാനും സാധിക്കും. 2 ഗുണമാണ് നമുക്ക് ഇങ്ങനെ ഇരിക്കുന്നത് വഴി. അപ്പം എല്ലാവരും അത് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് വരുമാന മാർഗങ്ങൾ നിങ്ങളെ തേടിയെത്തും. നമുക്ക് സാമ്പത്തിക സ്രോതസ്സുകൾ നമ്മളിലേക്ക് വരും. പണം നിങ്ങളിലേക്ക് ഒഴുകിയെത്തും. അപ്പോൾ ഇനി ഇത് പറഞ്ഞുകൊണ്ട് കമൻറ്റുകൾ വരും ചിലപ്പോൾ, അയ്യോ അത് ഇനി ഒരു ജോലിക്കും ആരും പോകേണ്ട, പണം ഈ മുദ്ര മാത്രം ചെയ്താൽ മതി. ഒരിക്കലും ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ ജോലികളും പ്രവൃത്തികളും ബിസിനസ്സും എല്ലാം നിങ്ങൾ ചെയ്യുക. പക്ഷേ ഇതുകൂടി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ 100 ഇരട്ടി വരുമാന മാർഗ്ഗങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രയോജനങ്ങൾ, നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിൻ്റെ ആ പ്രയോജനങ്ങൾ 100 ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് കിട്ടും. എല്ലാ ബ്ലോക്കുകളും മാറി നിങ്ങളിലേക്ക് ധനാഗമങ്ങൾ വന്നു ചേരും. അപ്പം എല്ലാവരും നിങ്ങളുടെ ചെയ്യേണ്ട എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നതിനോടൊപ്പം ഇത് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണമുള്ളതാണ്. അപ്പോൾ എല്ലാവരും ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഇത് ലൈക്ക് ചെയ്യണം. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇത് നിങ്ങളിലേക്ക് അത് എത്തിച്ചു തരികയില്ല. അപ്പം നിങ്ങളെന്താ ചെയ്യേണ്ടത്? നിങ്ങളത് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുറേ ആൾക്കാരുണ്ട്. അവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ആൾക്കാർ ചെയ്യാത്തവരായിരിക്കുമല്ലോ സബ്സ്ക്രൈബ്. അപ്പോൾ അവരെല്ലാവരും ചെയ്യുക. ഇതേപോലെ ആവശ്യമുള്ള ആളുകൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ചെയ്യുക. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. ബൈ.